പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി കഥയാട്ടോ പറയുന്നേ. ഇന്നലെ നമ്മൾ പറഞ്ഞ കഥ ഏതായിരുന്നു? അലാവുദ്ദീനും അത്ഭുത വിളക്കും അല്ലേ? ഇന്നത്തെ ആ കഥ നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ കഥ എല്ലാവരും കേൾക്കണം കേട്ടോ. എന്നാലേ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? നമ്മുടെ ചന്തയിൽ അലാവുദ്ദീൻ ചെന്നു. ചന്തയിൽ അവിടെ വെച്ച് അലാവുദ്ദീനെ ഒരു വ്യക്തി കാണുകയാണ്. ആ വ്യക്തി അലാവുദ്ദീനെ അതിന്റെ തോളൽ ചെന്നിങ്ങനെ തട്ടി വെച്ചിട്ട് പറഞ്ഞു, അയ്യോ മോനെ, നിന്നെ ഞാൻ ഇപ്പോഴാണല്ലോ കണ്ടത്, അമ്മയൊക്കെ സുഖമായിരിക്കുന്നോ? അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും അലാവുദ്ദീൻ ഓർത്തു, അമ്മയൊക്കെ അറിയുന്ന ആളാണല്ലോ, എന്നാ ഇത് നമുക്ക് പരിചയമുള്ള ആളായിരിക്കും. മോനെ, നിന്റെ ഉടുപ്പൊക്കെ അപ്പടി മുഷിഞ്ഞാണല്ലോ, നിനക്ക് വിശക്കുന്നുണ്ടോ? നിനക്ക് ഭക്ഷണം ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഇയാള് അലാവുദ്ദീനെ കൂട്ടിക്കൊണ്ട് പോയി. അലാവുദ്ദീന് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു, നല്ല പുത്തൻ ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അലാവുദ്ദീൻ അങ്ങനെ സന്തോഷമായിട്ട് അമ്മയുടെ അടുത്ത് ഓടി വന്നിട്ട് അമ്മയോട് നടന്ന കാര്യമൊക്കെ പറഞ്ഞു. അമ്മേ, ഞാൻ അച്ഛന്റെ സഹോദരനെ കണ്ടു, അവിടെ വെച്ച് എനിക്ക് ഇത് കണ്ടോ, അമ്മ കണ്ടോ എന്റെ പുത്തൻ കുപ്പായം, എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങി തന്നു, എനിക്ക് വയറിറച്ച ഭക്ഷണം വാങ്ങി തന്നു. ഉടനെ അമ്മ ചോദിച്ചു, എന്നിട്ട് എന്തേ മോനെ നീ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാതെ പോന്നത്? വിളിച്ചോണ്ട് വരണ്ടായിരുന്നോ? അയ്യോ അമ്മേ, അന്നാ ഞാൻ പോയി വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അലാവുദ്ദീൻ ചെന്ന് ഇയാളെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് അയാളെ കണ്ട പരിചയമൊന്നുമില്ലെങ്കിലും അമ്മയോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ അലാവുദ്ദീനെ ഓർത്ത് ഒരു കാരണവശാലും വിഷമിക്കണ്ട, ഞാൻ അലാവുദ്ദീനെ നന്നായി നോക്കിക്കോളാം, ഞാൻ നാളെ പോകുമ്പം അലാവുദ്ദീനെ കൊണ്ടുപോയിക്കോളാം, ഞാൻ അവനെ നന്നായി സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. അമ്മയ്ക്കും സന്തോഷമായി. ഏതൊരമ്മയാണെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ? അമ്മ വിചാരിച്ചു അവൻ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടി അവൻ നല്ല മിടുക്കനായി വരട്ടെ, അമ്മയുടെ സങ്കടമൊന്നും അത്ര സാരമാക്കരുത് എന്ന് അമ്മ വിചാരിച്ച് മകനെ ഇയാളുടെ കൂടെ പറഞ്ഞു വിടുവാണ്. പിറ്റേന്ന് രാവിലെ അലാവുദ്ദീനെയും കൂട്ടി ഇയാൾ അങ്ങ് പോയി. ഒരു വിജനമായ നടന്ന് ഒരു വിജനമായ സ്ഥലത്ത് അവർ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ആളുടെ രീതിയൊക്കെ അങ്ങ് മാറി. ആരുടെയാ? അച്ഛന്റെ സഹോദരനാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയ ആളുടെ രീതിയൊക്കെ അങ്ങ് മാറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി മുതൽ ഞാൻ എന്ത് പറയുന്നോ അതെല്ലാം നീ അനുസരിച്ചോണം എന്ന് പറഞ്ഞു. അലാവുദ്ദീൻ ഞെട്ടിപ്പോയി. അലാവുദ്ദീന് മനസ്സിലായി ഇത് അച്ഛന്റെ സഹോദരനൊന്നും അല്ല, ഇതേതോ ദുർമന്ത്രവാദിയാണെന്നുള്ള കാര്യം അലാവുദ്ദീന് മനസ്സിലായി. എന്നിട്ട് ഈ മന്ത്രവാദി അലാവുദ്ദീനോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ കുറച്ച് കരിയിലയും വിറകുകളും കൂട്ടിക്കൊണ്ടുവാ എന്ന് പറഞ്ഞു. പോയി അലാവുദ്ദീൻ ഓടിപ്പോയി കുറെ ചുള്ളിക്കമ്പും വിറകും കരിയിലയും എല്ലാം പെറുക്കിക്കൊണ്ട് വന്നു. അവിടെ ഒരു അഗ്നികുണ്ഡം ഉണ്ടാക്കി ഈ മന്ത്രവാദി ഉണ്ടാക്കി. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഭാണ്ഡത്തിൽ നിന്ന് കുറച്ച് പൊടിയെടുത്ത് ഈ അഗ്നികുണ്ഡത്തിലേക്ക് ഇട്ടു. അങ്ങനെ അതിനകത്തു നിന്ന് പെട്ടെന്ന് ഭയങ്കര ശബ്ദമൊക്കെ കേട്ടു. അലാവുദ്ദീൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അവിടെ ഭയങ്കരമായ പുകയൊക്കെ വന്നു. അതിനകത്തുനിന്ന് ഒരു ഭൂതം ഇറങ്ങി വന്നു. അലാവുദ്ദീൻ അന്നേരത്തേനും പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുക. ഉടനെ ഈ ഭൂതം വന്നിട്ട് ഈ നമ്മുടെ മന്ത്രവാദിയോട് ചോദിച്ചു, യജമാൻ, ഞാൻ എന്ത് ചെയ്യണം? ഉടനെ പറഞ്ഞു, നമ്മുടെ ഗുഹയുടെ വാതിൽ തുറക്കൂ എന്ന്. ഉടനെ ആ ഭയങ്കര ശബ്ദത്തോടെ, ഭൂമിയെല്ലാം കുലുങ്ങുന്ന ശബ്ദത്തോടു കൂടി ആ ഗുഹയുടെ വാതിലങ്ങ് തുറക്കുവാണ്. ഗുഹയുടെ വാതിൽ തുറന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മന്ത്രവാദി അലാവുദ്ദീനോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ നീ പോയി ഈ ഗുഹയിലിറങ്ങി നീ ചെന്ന് അവിടെ 4 അറകളുണ്ട്, അതിൽ 4ാമത്തെ അറയിൽ ഒരു വിളക്ക് തൂക്കിയിട്ടിട്ടുണ്ട്, ആ വിളക്ക് എടുത്തുകൊണ്ട് വരാനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലാവുദ്ദീൻ അങ്ങ് പേടിയായി. അല്ലെങ്കിൽ തന്നെ അലാവുദ്ദീൻ പേടിച്ചിരിക്കുവോ? എങ്ങനെ അച്ഛന്റെ സഹോദരനാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നപ്പോ തുടങ്ങി ഭൂതമായി. അത് കഴിഞ്ഞപ്പോ പിന്നെ ഗുഹയിലോട്ടും കൂടെ ഇറങ്ങാൻ പറയാ. അലാവുദ്ദീൻ ആകെ പേടിച്ചു. മടിച്ചു നിന്ന് അലാവുദ്ദീനോട് പറഞ്ഞു, പെട്ടെന്ന് ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ നിന്നെ തള്ളി അതിനകത്തിടുന്നു പറഞ്ഞു. അങ്ങനെ നിർബന്ധപൂർവ്വം ഇറക്കി വിടുവാണ്. അത് കൽപ്പടവുകളുണ്ട്. ഒരു കുട്ടിക്ക് മാത്രം ഇറങ്ങാവുന്ന വലിപ്പമേ ആ ഉള്ളിലുള്ളൂ. അലാവുദ്ദീൻ പേടിച്ച് പാവം പതുക്കെ ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്കും മന്ത്രവാദി നിക്ക് നീ ഒരു കാര്യം, എന്താ ഈ മോതിരവും കൂടെ നീ കൊണ്ടുപോക്കോ, നിനക്കൊരു ആവശ്യം വന്നാല് നിനക്കത് ഉപകരിക്കുന്നു, നിന്റെ കയ്യിലിട്ടോ എന്നും പറഞ്ഞൊരു മന്ത്രവാദിയുടെ കയ്യിൽ കിടന്ന മോതിരവും കൂടി കൊടുത്തു വിടുവാണ്. അങ്ങനെ ഇറങ്ങി ചെന്നു. അങ്ങനെ 1ാമത്തെ അറ കണ്ടു, 2ാമത്തെ അറ കണ്ടു, 3ാമത്തെ അറ കണ്ടു. 4ാമത്തെ അറയിൽ ചെന്നപ്പോൾ അവിടെ വിളക്ക് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. നമ്മുടെ അലാവുദ്ദീൻ വിളക്കെടുത്ത് വളരെ ഭദ്രമായി അരയിൽ കെട്ടിവെച്ചു. അതിനുശേഷം തിരിച്ചു പോരാനായിട്ട് അലാവുദ്ദീൻ നോക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോഴേക്കും മനോഹരമായ തിളക്കത്തോടുകൂടി അവിടെയുള്ള മരങ്ങളിലെല്ലാം രത്നങ്ങൾ തൂങ്ങിക്കിടക്കുന്നു.
ഇത് കണ്ട അലാവുദ്ദീൻ പെട്ടെന്ന് തന്നെ കുറേ രത്നങ്ങൾ പറിച്ചെടുത്ത് തന്റെ കോട്ടിന്റെ 2 പോക്കറ്റുകളിലുമായിട്ട് നിറച്ചു. അവന് കൊണ്ടുവരാവുന്നത്രയും പോക്കറ്റുകളിലേക്ക് രത്നങ്ങൾ നിറച്ചു. അതിനുശേഷം അവിടുന്ന് അലാവുദ്ദീൻ പോരുവാണ്. വന്ന് മുകളിലേക്ക് കയറി വരുക. ഇവിടെ നമ്മുടെ മന്ത്രവാദി ഇങ്ങനെ അക്ഷമനായിട്ട് നിൽക്കുക. എപ്പോഴാണ് അലാവുദ്ദീൻ വരുന്നത്? പോയിട്ട് കുറച്ച് നേരം ആയല്ലോ, അവരങ്ങ് ക്ഷമയില്ലാതെ നിൽക്കുക. ദൂരേനെ അലാവുദ്ദീനെ കണ്ടോടനെ മന്ത്രവാദി പറഞ്ഞു, ആ വാ വാ വിളക്കിങ്ങതാ, പെട്ടെന്ന് വിളക്കിങ്ങതാന്ന് പറഞ്ഞു. നമ്മുടെ അലാവുദ്ദീൻ ബുദ്ധിയുള്ളവനാ. അവൻ പറഞ്ഞു, ആദ്യം എന്നെ പുറത്തിറക്ക്, അതിനുശേഷം വിളക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മന്ത്രവാദിക്ക് ദേഷ്യം വന്നു. മന്ത്രവാദി എന്ത് ചെയ്തു? അവിടെ ആ തീ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമല്ലേ, ആ തീയിലേക്ക് വീണ്ടും കുറച്ച് പൊടിയും കൂടെ വാരിയിട്ടു. ഉടനെ വീണ്ടും നമ്മുടെ ഭൂതം വന്നു. യജമാൻ, ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അയ്യോ പിന്നെ ഈ ഗുഹയുടെ വാതിൽ അങ്ങ് അടച്ചേക്കാൻ പറഞ്ഞു. മന്ത്രവാദിയുടെ ദേഷ്യം കാരണം അങ്ങ് അടച്ചേക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഗുഹയുടെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ അങ്ങ് അടഞ്ഞു. അലാവുദ്ദീൻ അലറി വിളിച്ചു, എന്നെ രക്ഷിക്കണേ, എനിക്ക് വിളക്കും വേണ്ട, ഒന്നും വേണ്ട, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ ആരും കേട്ടില്ല. അവൻ ആ എല്ലാ അറകളിലും ഓടി നടന്ന് കരഞ്ഞ് തളർന്ന് ഒരു മൂലയിൽ പോയി ഇങ്ങനെ ഇരിക്കുക. ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ മുഖമെല്ലാം അങ്ങ് മടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഇരുന്ന് കൈയൊക്കെ ഇരുന്ന് തൂക്കുക. അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഒരു പുക വന്നിട്ട് അവിടെ ഒരു ഭൂതം വരുവാണ്. ആ ഭൂതം ഉടനെ ചോദിച്ചു, യജമാൻ, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ആകപ്പാടെ നമ്മുടെ അലാവുദ്ദീൻ പേടിച്ചിരിക്കുമല്ലേ. അലാവുദ്ദീൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ എത്രയും പെട്ടെന്ന് എന്റെ അമ്മയുടെ അടുത്തൊന്ന് കൊണ്ടാക്കിയാൽ മതി, എന്റെ വീട്ടിൽ കൊണ്ടൊന്ന് വിട്ടാൽ മതി എന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭൂതം അലാവുദ്ദീനെയും എടുത്ത് പെട്ടെന്ന് ഗുഹ തുറന്ന് അമ്മയുടെ അടുത്ത് ചെന്നു. അലാവുദ്ദീനെ കാണാതെ ആകെ അമ്മ വിഷമിച്ചിരിക്കുമല്ലേ. അലാവുദ്ദീനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അലാവുദ്ദീൻ നടന്ന കഥകളൊക്കെ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, അവരിങ്ങനെ അമ്മയെ അച്ഛന്റെ സഹോദരനാന്നും പറഞ്ഞ് കൊണ്ടുപോയ ആള് ഒരു ദുർമന്ത്രവാദിയായിരുന്നു. അയാൾ എന്നെ ഒരു ഗുഹയിൽ അടച്ചു. അവിടുന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. എന്തായാലും ഇത് കേട്ട അമ്മ ആകെ പേടിച്ചു പോയി. എന്തായാലും രക്ഷപ്പെട്ടല്ലോ മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല. രണ്ടുപേർക്കും നല്ല വിശപ്പ്. അപ്പോഴാണ് അലാവുദ്ദീൻ ഓർത്തത്, നമ്മുടെ മോതിരം ഉരച്ചപ്പം വന്ന ഭൂതം അല്ലേ, ഓർക്കുന്നുണ്ടല്ലോ. ഒന്ന് പരീക്ഷിക്കാലോ എന്ന് ഓർത്തുകൊണ്ട് മോതിരത്തിൽ ഒന്ന് ഉരച്ചു. ഉടനെ ഭൂതം പ്രത്യക്ഷപ്പെട്ടു. യജമാൻ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അതിനുള്ള ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ പറഞ്ഞു. രണ്ടുപേരും അന്തം വിട്ടുപോയി. 12 തളികളിലായിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം ഇങ്ങനെ നിരന്നിരിക്കുക. രണ്ടുപേരും അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. എന്തായാലും അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അമ്മയും മകനും അങ്ങനെ സുഖമായി അങ്ങനെ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ അലാവുദ്ദീന്റെ അമ്മ വീട്ടിലിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത്, പഴയ പാത്രങ്ങളും എല്ലാം എടുത്ത് നല്ലപോലെ തേച്ച് മെടുക്കുക. അതിന്റെ കൂടെ നമ്മൾ അലാവുദ്ദീൻ കൊണ്ടുവന്ന് വെച്ചിരുന്ന വിളക്കും ഉണ്ടായിരുന്നു. അമ്മ എടുത്ത് നന്നായിട്ടൊന്ന് ഉരച്ചപ്പോഴേക്കും ഇതാ വീണ്ടും പഴയ ശബ്ദം വരിക. വലിയൊരു ശബ്ദവും പുകയും. അതിനിടയ്ക്ക് ഒന്ന് ഒരു ഭൂതവും കൂടി ഇങ്ങനെ ഇറങ്ങി വന്നു. അമ്മ താഴെ കിടക്കുന്ന ബോധം കെട്ട് താഴെ. അമ്മ പേടിച്ചു പോയി അല്ലേ. അത് ഈ ശബ്ദം കേട്ടുകൊണ്ട് അലാവുദ്ദീൻ ഓടി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി നോക്കുമ്പോൾ അലാവുദ്ദീൻ നോക്കുമ്പോൾ ഒരു ഭൂതം നിൽക്കുന്നു. ഉടനെ ഈ ഭൂതം അലാവുദ്ദീനോട് ചോദിച്ചു, യജമാൻ, ഞാൻ എന്ത് ചെയ്യണം? അന്നേരത്തേന് അലാവുദ്ദീൻ പറഞ്ഞു, ഞങ്ങൾക്ക് അതിമനോഹരമായ ഒരു വീട്, ഒരു വലിയൊരു വീട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. വളരെ സുന്ദരമായൊരു വീട് നമുക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അതിമനോഹരമായ ഒരു വീട് അവർക്കുണ്ടായി. അങ്ങനെ അലാവുദ്ദീനും അമ്മയും വളരെ സന്തോഷമായി അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയത്താണ് രാവിലെ പുറത്ത് ഇങ്ങനെ അലാവുദ്ദീൻ നടക്കുവാണ്. പുറത്തിറങ്ങി നിന്ന സമയത്ത് നോക്കുമ്പം കുറേ പരിവാരങ്ങളുമായിട്ട് ഒരു പെൺകുട്ടി, തോഴിമാരിലെ കൂട്ടുകാര് ഒക്കെ ആയിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ വരുന്നു. അതീവ സുന്ദരി. അലാവുദ്ദീൻ ഇതുവരെ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടേയില്ല. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഇതാ വരുന്നു. അപ്പം അലാവുദ്ദീൻ ഇങ്ങനെ നോക്കി നിന്നുപോയി. അതിനുശേഷം അലാവുദ്ദീൻ വന്നു അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്നൊരു പെൺകുട്ടിയെ കണ്ടു. എന്ത് സൗന്ദര്യമാണ്! ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതാരാണമ്മേ? ഇങ്ങനെ അലാവുദ്ദീൻ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, അത് നമ്മുടെ സുൽത്താന്റെ മകളാണ്, ഒരേ ഒരു മകളാണ്. ഈ ലോകത്ത് തന്നെ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി വേറെ ഇല്ല. അവളാണ് മോൻ ഇന്ന് കണ്ട പെൺകുട്ടി എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അലാവുദ്ദീൻ പറഞ്ഞു, അമ്മ, എനിക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരണോ? അയ്യോ, അമ്മ പേടിച്ചു പോയി. ഇതെന്താ നീ പറയുന്നേ? സുൽത്താന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരണമെന്ന്? എനിക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരണം. അലാവുദ്ദീൻ നിർബന്ധമായി. അവസാനം അമ്മ പറഞ്ഞു, നീ ഇന്ന് കിടന്നുറങ്ങ്, നാളെ നേരം വെളുക്കട്ടെ, എന്തെങ്കിലും ചെയ്യാം. അമ്മ രാവിലെ പേടിച്ച് വിറച്ച് പോകുക സുൽത്താന്റെ മകളെ പെണ്ണി ചോദിക്കാൻ വേണ്ടി, മകനു വേണ്ടി
വിവാഹം ആലോചിക്കാൻ വേണ്ടി അമ്മ പേടിച്ച് പോകാൻ ഇറങ്ങിയപ്പം അലാവുദ്ദീൻ പറഞ്ഞു, അമ്മേ ഇതാ ഇതുകൂടെ കൊണ്ടുപോക്കോ. എന്താ അത്? തളികയില് നമ്മുടെ ഗുഹയിൽ നിന്നും കൊണ്ടുവന്ന രത്നങ്ങള് എടുത്ത് അലാവുദ്ദീൻ കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്തു. അങ്ങനെ അമ്മ അതുമായി വീണ്ടും ഈ സുൽത്താന്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് സുൽത്താന്റെ മുമ്പിൽ ഈ തളികയിലെ രത്നങ്ങൾ കാഴ്ചവെച്ചു. അന്നേരം അപ്പോൾ സുൽത്താൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ എന്റെ മകന് വേണ്ടി നിങ്ങളുടെ മകളെ വിവാഹം ആലോചിക്കുന്നതിന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. എന്റെ മകളെ കല്യാണം ആലോചിക്കുന്നതിന് വേണ്ടിയോ? എന്താ നിങ്ങൾ ഈ പറയുന്നേ? അതെ, എന്റെ മകന്, അപ്പം അമ്മ പേടിച്ചൊക്കെ പറയുന്ന കേട്ടോ, എന്റെ മകന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട്, പെണ്ണ് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഉടനെ സുൽത്താൻ അമ്മ കൊണ്ടുവന്ന് വെച്ച ആ രത്നങ്ങളിലേക്ക് നോക്കി. അപ്പൊ സുൽത്താന് മനസ്സിലായി തന്റെ ഖജനാവിലുള്ള ആ അത്രയും അതിനേക്കാൾ വിലപിടിപ്പുള്ള രത്നങ്ങളാണ് ഈ ഇരിക്കുന്നത് എന്ന്, അമ്മ കൊണ്ടുവന്ന രത്നങ്ങൾ എന്ന് നമ്മുടെ സുൽത്താന് മനസ്സിലായി. ഉടനെ സുൽത്താൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അതിനുശേഷം സുൽത്താൻ പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യൂ, നാളെ രാവിലെ 40 അനുയായികൾ, അത് കറുത്ത അനുയായികൾ 40 തളികയിലായിട്ട് രത്നങ്ങൾ കൊണ്ടുവരട്ടെ. അവരെ അനുഗമിച്ചുകൊണ്ട് 40 വെളുത്ത അനുയായികളും വരട്ടെ എന്ന് സുൽത്താൻ പറഞ്ഞു. അമ്മ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വണ്ടടിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് മകനോട് പറഞ്ഞു, ഇതൊക്കെയാ പറഞ്ഞു വിട്ടിരിക്കുന്നേ, എന്ത് ചെയ്യും എന്ന്. അലാവുദ്ദീൻ പറഞ്ഞു, അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അമ്മ കിടന്നുറങ്ങിക്കോ, നാളെയല്ലേ അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. നേരം വെളുത്തപ്പോഴേക്കും അമ്മ എണീറ്റ് വന്നപ്പോഴേക്കും അമ്മയ്ക്ക് ഇടുന്നതിന് അതിവിശിഷ്ടമായ വസ്ത്രങ്ങള്, അതുപോലെ തന്നെ അലാവുദ്ദീനും അതിസുന്ദരനായി അതിവിശിഷ്ടമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അമ്മയും അലാവുദ്ദീനും ഫ്രണ്ടിലും 40 കറുത്ത അനുയായികൾ 40 തളികളിൽ രത്നങ്ങളും അവരെ അനുഗമിച്ചുകൊണ്ട് 40 വെളുത്ത അനുയായികൾ പുറകെയുമായി ഇങ്ങനെ പോകുകയാണ്. അപ്പോഴേക്കും വീതി എന്ന് പറഞ്ഞാൽ വഴിയുടെ ഇരുവശങ്ങളിലുമായി ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണാൻ വന്ന് നിൽക്കുകയാണ്. അതിമനോഹരമായ ആ നാട്ടിലുണ്ടായ ഒരു വലിയൊരു സംഭവം, വലിയൊരു കാഴ്ചയായിട്ട് എല്ലാ ആളുകളും അത് കണ്ടു നിൽക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം അലാവുദ്ദീൻ സുൽത്താന്റെ ഒപ്പം കഴിഞ്ഞു, വിരുന്നുകാരനായി അവിടെ കഴിഞ്ഞു. അങ്ങനെ അലാവുദ്ദീന്റെ നമ്മുടെ സുൽത്താന്റെ മകളുടെയും വിവാഹം തീരുമാനിക്കപ്പെട്ടു. അപ്പം വീണ്ടും അലാവുദ്ദീൻ എന്ത് ചെയ്തു? നമ്മുടെ വിളക്ക് ഭൂതത്തെ വിളിച്ചു, വിളക്കെടുത്ത് ഉരച്ചിട്ട് ഭൂതത്തോട് പറഞ്ഞു, ഈ സുൽത്താന്റെ ബംഗ്ലാവിനേക്കാളും മനോഹരമായ ഒരു ബംഗ്ലാവ് അല്ലെങ്കിൽ വലിയൊരു വീട് എനിക്ക് വേണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് അതിമനോഹരമായ ഒരു രമ്യ കർമ്മം, മണിമാളിക തന്നെ അവിടെ തീർക്കപ്പെട്ടു. അങ്ങനെ ആ മണിമാളികയിൽ അമ്മയും മകനും അങ്ങനെ നിൽക്കുകയാണ്. സുൽത്താന്റെ മകളെ അവിടെ വെച്ച് വിവാഹം കഴിച്ചു കൊടുത്തു സുൽത്താൻ അലാവുദ്ദീന്. എന്തായാലും അവരങ്ങനെ സന്തോഷമായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മന്ത്രവാദി ഉണ്ടല്ലേ, മന്ത്രവാദി അന്ന് അവിടുന്ന് ഗുഹയിൽ അലാവുദ്ദീനെ അടച്ചിട്ട് പോന്നപ്പോൾ മന്ത്രവാദി ഓർത്തത് ആ ഗുഹയിൽ വീണ് അലാവുദ്ദീൻ മരിച്ചിട്ടുണ്ടാവും എന്നാണ്. അപ്പം ആ മന്ത്രവാദി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്, വിളക്കൊക്കെ വിറ്റ് ഇങ്ങനെ നടക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ആ പ്രദേശത്തു കൂടി മന്ത്രവാദി എത്തി. എന്നിട്ട് മന്ത്രവാദി വിളിച്ചു പറഞ്ഞു, പഴയ വിളക്കുണ്ടോ, പഴയ വിളക്കുണ്ടോ, പഴയ വിളക്ക് തന്നാൽ പുതിയ വിളക്ക് തരാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അലാവുദ്ദീന്റെ ഭാര്യ പരിചാരകരോട് ചോദിച്ചു, എന്താ പുറത്താരോ എന്തോ വിളിച്ചു പറയുന്നുണ്ടല്ലോ, എന്താ ഒരു ശബ്ദം കേൾക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതേ, പഴയ വിളക്ക് കൊടുത്താൽ പുതിയ വിളക്ക് തരാമെന്നാ പറയുന്നേ എന്ന് പരിചാരിക നമ്മുടെ അലാവുദ്ദീന്റെ ഭാര്യയോട് പറഞ്ഞു. എന്നാലെന്താ, നമ്മുടെ അപ്പുറത്തെ മുറിയിലൊരു പഴയ വിളക്കിരിപ്പില്ലേ, അതും കൊടുത്തിട്ട് നമുക്കൊരു പുതിയ വിളക്ക് വാങ്ങാൻ പറഞ്ഞു. അപ്പൊ പരിചാരിക പോയി ഈ വിളക്ക് കൊണ്ടുപോയി, അലാവുദ്ദീന്റെ വിളക്ക് കൊണ്ടുപോയി നമ്മുടെ മന്ത്രവാദിയുടെ കയ്യിൽ കൊടുത്തു. ഈ വിളക്ക് കണ്ടതേ ആ മന്ത്രവാദിക്ക് ആകെ സന്തോഷമായില്ലേ, കയ്യിലുണ്ടായിരുന്ന മുഴുവൻ വിളക്കും അവിടെ ഇട്ടേച്ച് ഈ വിളക്കുമായി മന്ത്രവാദി കടന്നുപോയി. മന്ത്രവാദി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്തു. ഈ രമ്യകർമ്മം കൊണ്ടുവന്ന് ഒരു മരുഭൂമിയിൽ കൊണ്ടുവന്ന് വെക്കണം എന്ന് പറഞ്ഞ് ഭൂതത്തിനോട് പറഞ്ഞ് കൽപ്പിച്ചിട്ട് അത് കൊണ്ടുപോയി അവിടെ കൊണ്ടുവെക്കുകയും ചെയ്തു. അതിനകത്ത് ആരാ ഉണ്ടായിരുന്നത്? നമ്മുടെ അലാവുദ്ദീന്റെ പെൺകുട്ടി, ഭാര്യ അല്ലെ, അവളാണ്. അവിടെ ചെന്ന് ആകെ കരഞ്ഞ് നിലവിളിച്ചു. പുറത്തൊക്കെ വിജനമായ സ്ഥലം, മരുഭൂമിയാണ്. ആകെ സങ്കടപ്പെട്ടു, ഒരു നിവൃത്തിയില്ല. അലാവുദ്ദീൻ പെട്ടെന്ന് കാര്യം മനസ്സിലായി. അലാവുദ്ദീൻ അപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന മോതിരത്തിൽ വീണ്ടും ഉരച്ചിട്ട് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഭൂതം വന്നു. ഭൂതം വന്നിട്ട് ചോദിച്ചു, യജമാൻ ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും
പിന്നെ അലാവുദ്ദീൻ പറഞ്ഞു, എൻ്റെ ബംഗ്ലാവ്, എൻ്റെ വീട്, അല്ലെ എൻ്റെ രമ്യകർമ്മം എനിക്ക് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കതിനുള്ള കഴിവില്ല, വിളക്കിലെ ഭൂതത്തിന്റെ അത്രയും ശക്തി ഈ മോതിരത്തിലെ ഭൂതമായ എനിക്കില്ല, അതുകൊണ്ട് എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അലാവുദ്ദീൻ വിഷമിച്ചു, എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ അലാവുദ്ദീൻ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എന്നെ കൊണ്ടുപോയി ആ വീട്ടിൽ കൊണ്ടുവന്നാക്കൂ, ആ മണിമാളികയിൽ എന്നെ കൊണ്ടുവന്ന് എത്തിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അലാവുദ്ദീനെ കൊണ്ടുപോയി നമ്മുടെ മോതിരത്തിലെ ഭൂതം ഈ മണിമാളികയിൽ എത്തിച്ചു. അലാവുദ്ദീനെ കണ്ടപ്പോൾ അലാവുദ്ദീന്റെ ഭാര്യയ്ക്ക് സന്തോഷമായി, വിഷമമൊക്കെ മാറി. അവരങ്ങനെ നിന്നു. അപ്പോഴേക്കും അലാവുദ്ദീൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ആ വിളക്കെടുത്തുകൊണ്ട് വരൂ എന്ന് നമ്മുടെ ഭൂതത്തിനോട് പറഞ്ഞു. ഇല്ലില്ല, ആ വിളക്കെടുക്കാൻ പറ്റത്തില്ല, എനിക്കതിനുള്ള കഴിവില്ല. ആ വിളക്ക് നമ്മുടെ മന്ത്രവാദി താഴെ വെക്കണമെങ്കിൽ ഉറങ്ങുന്ന സമയത്തല്ലാതെ താഴെ വെക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അലാവുദ്ദീൻ ചിന്തിച്ചു, എന്ത് ചെയ്യും? മന്ത്രവാദിക്ക് ഒരു ശീലമുണ്ട്, രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ടേ മന്ത്രവാദി ഉറങ്ങാറുള്ളൂ. ഉടനെ നമ്മുടെ അലാവുദ്ദീൻ പറഞ്ഞു, ഞാനൊരു പൊടി തരാം, നീ ആ പൊടി പാലിൽ കലക്കി മന്ത്രവാദിക്ക് കൊടുക്കണം, മന്ത്രവാദി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വിളക്കെടുക്കാം. അതുപോലെ ഭൂതം അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ നമ്മുടെ മന്ത്രവാദി കിടന്ന് നല്ല സുഖമായി ഉറങ്ങിയ സമയത്ത് നമ്മുടെ അലാവുദ്ദീൻ വിളക്കുമെടുത്ത് അവിടുന്ന് പോന്നു. ആ വിളക്കെടുത്ത് കൈ കിട്ടിയതേ വിളക്കുരച്ചിട്ട് പറഞ്ഞു, ആദ്യം തന്നെ മന്ത്രവാദിയെ അവിടെ കരിങ്കൽ തുറുങ്കിൽ അടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ മണിമാളിക എടുത്തു കൊണ്ടുപോയി ഞങ്ങളുടെ നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അലാവുദ്ദീനും അലാവുദ്ദീന്റെ അമ്മയും ഭാര്യയും അങ്ങനെ വളരെ സുഖമായി വളരെ കാലം നമ്മുടെ അത്ഭുത വിളക്കുമായി സന്തോഷമായി കഴിഞ്ഞു എന്നാണ് കഥ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അലാവുദ്ദീനും അത്ഭുത വിളക്കും വളരെ ലോകോത്തരമായ ഒരു കൃതിയാണ്. നിങ്ങൾ അതെവിടെ കണ്ടാലും വായിക്കാനും, അതുപോലെ അതിൻ്റെ സിനിമയൊക്കെ ഉണ്ട്, കണ്ടാൽ അത് വായിക്കാനും പുസ്തകമൊക്കെ വാങ്ങിച്ച് കഥ കേൾക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. വായിച്ചു വളരൂ. നന്ദി.